ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഈ പടത്തിൽ കാണുന്ന ഈ ഒരു മോഡൽ ഡ്രസ്സ് എങ്ങനെയാണ് ഏറ്റവും ഈസി ആയിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് കാണിച്ചു തരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനൊരു ലൈനിങ് എടുത്തിട്ട് അതിൽ ഷോൾഡർ, ചെസ്റ്റ്, വെയ്സ്റ്റ്, ആം ഹോള് എല്ലാം ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെസ്റ്റ് മാർക്ക് ചെയ്തു, അതേപോലെ തന്നെ വെയ്സ്റ്റ് മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗത്തെ മെഷർമെൻറ്റ് കൊണ്ട് ഇത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനെ നമുക്ക് ഇതേപോലെ ലൈനാക്കി മാറ്റാം. എന്നിട്ട് നമുക്ക് ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ അളവുകൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ഓരോ മാർക്കിങ്ങുകളും കൊടുത്താൽ മതിയാകും കേട്ടോ. ഇനി നെക്കാണ് 2.5 ഇഞ്ച് ഞാൻ നെക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യാണ്. 3 ഇഞ്ച് നെക്കിൻ്റെ അകലം എടുത്തു. എന്നിട്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു ബോക്സ് ആക്കിയിട്ട് ഒരു ഷേപ്പ് വരച്ചു കൊടുത്തു. അതിൻ്റെ ഓപ്പണിംഗ് ആണ് ഞാൻ 7.5 ഇഞ്ചിലാണ് കൊടുക്കുന്നത്. നമുക്ക് എത്രയാണ് ആവശ്യമുള്ള ഓപ്പണിങ് അതിൻ്റെ ലെങ്ത് അതനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാകും. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് നെക്കും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊന്ന് നിവർത്തിയിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ മെയിൻ ഫാബ്രിക് എടുത്തിട്ടിട്ട് അത് ഫോൾഡ് ചെയ്ത ഒരു ഭാഗവും ഒന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതുണ്ട് ഇതേപോലെ ചെരിച്ച് സ്കെയിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് ആ മാർക്കിങ്ങിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് കളയാതെ വയ്ക്കണം കേട്ടോ. എന്നിട്ട് ഈ നമ്മൾ കട്ട് ചെയ്ത ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. അതും ഇതേപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടുണ്ട്. ഹോൾഡ് ചെയ്ത ഭാഗം ഹോൾഡ് ചെയ്ത ഭാഗത്താണ് നമ്മൾ മാർക്കിങ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ പീസിൻ്റെ ലെങ്ത് 5 ഇഞ്ചാണ്. 5 ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് 5 ഇഞ്ചിന് മുകളിലത്തെ ഭാഗത്തിലേക്ക് ഇതേപോലെ ചെരിച്ച് സ്കെയിൽ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മുടെ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഷേപ്പ് അനുസരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് കിട്ടുന്നത്. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തുണി എടുക്കുക. അതിൻ്റെ സെൻറ്ററിൽ നമ്മുടെ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സെൻറ്ററും വെച്ചിട്ട് കറക്റ്റായിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മളൊന്ന് നന്നായിട്ട് പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം 4 ഇഞ്ച് വീതിയിൽ ആ വി പോലെ ഇരിക്കുന്ന ഭാഗമില്ലേ അവിടെ മാത്രം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. മുകളിലോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല. ആ വി ഷേപ്പിൽ മാത്രം നമ്മൾ 4 ഇഞ്ച് വീതിയിൽ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ ലൈനിങ് കട്ടാവാണ്ട് നമ്മുടെ മെയിൻ ഫാബ്രിക് മുഴുവൻ നെക്കിൻ്റെ ഭാഗം മുഴുവൻ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇതേപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം നമുക്ക് ഇതേപോലെ ചെറിയ കട്ടിങ് കൊടുക്കാം. നമ്മൾ തിരിച്ചിട്ട് കഴിയുമ്പോൾ ഒട്ടും ചുളിവൊന്നും ഇല്ലാണ്ടിരിക്കാനായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത നൂല് കട്ടാവാത്ത രീതിയിൽ വേണമെന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ. അതിനുശേഷം നമ്മൾ ലൈനിങ് ഇതേപോലെ തിരിച്ച് ഇട്ടതിന് ശേഷം ലൈനിങ്ങിൻ്റെ മുകളിലൂടെ നമ്മുടെ മെയിൻ തുണിയെ കയറരുത്. ലൈനിങ്ങിൻ്റെ ആ സ്റ്റിച്ച് വന്നതിൻ്റെ സൈഡിലൂടെ നമുക്കിതേപോലെ ഒന്ന് പതിച്ചടിച്ച് എടുക്കണം. ഇതേപോലെ നമുക്കത് എടുത്തിട്ട് നമ്മൾ തയ്ച്ചതിന് ബാലൻസ് വരുന്ന നൂലൊക്കെ അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഇനി നമ്മൾ നെക്കിൻ്റെ നമ്മൾ ആ ഒരു കർവ് ഷേപ്പ് വരച്ച് കൊടുത്തില്ലേ നമ്മുടെ നെക്കിന്, ആ ഭാഗത്ത് നമുക്ക് ചെറിയ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഒരു 4 ഇഞ്ച് വീതി വരുന്ന പ്ലേറ്റ്സാണ് ഞാൻ ഈ നെക്കിൻ്റെ ഭാഗത്തിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് 4 ഇഞ്ച് വീതിയിൽ ചെറിയ 3 or 4 പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അത്രയും മതിയാവും നെക്കിൻ്റെ ഭാഗത്ത് കേട്ടോ. ബാക്കിയുള്ള പ്ലീറ്റ്സൊക്കെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്താണ് കൊടുക്കുന്നത്. ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ 1/2 ഇഞ്ച് വീതിയുള്ള പ്ലീറ്റ്സാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ചെറുതാണ് ആവശ്യമുള്ളതെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഞാൻ ആ ഫോട്ടോയിൽ കാണുന്നത് എങ്ങനെയാണോ അതേപോലെ ചെയ്യാനായിട്ടാണ് ഈ ഒരു വീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ നമ്മളൊന്ന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ ഇവിടെ എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വേണം നമ്മൾ നമ്മുടെ മറുഭാഗത്തും ചെയ്തെടുക്കാനായിട്ട് കേട്ടോ.
അപ്പോൾ നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ കുഞ്ഞ് ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. ഷോൾഡറിലേക്ക് വരുമ്പം 1/2 ഇഞ്ച് വീതിയുള്ള ഫ്ലീറ്റ്സ് നമ്മൾ മറുഭാഗത്ത് എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുത്. അതേപോലെ നിങ്ങൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിടുവാണെങ്കിൽ ഞാൻ ഇതേപോലെ ഒരുപാട് പുതിയ മോഡലിൻ്റെയൊക്കെ വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അതേപോലെ നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്ന എല്ലാ മോഡലിൻ്റെ ഞാൻ വീഡിയോ ഇടാനായിട്ട് അങ്ങനെ ഇട്ടാലാണ് കൂടുതൽ പ്രയോജനം എല്ലാവർക്കും എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് അതാണ് ഞാൻ ഇനിയും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബെൽ ബട്ടണിലൊക്കെ എനേബിൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഞാൻ ഇടുമ്പോഴേ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതേപോലെ നമ്മൾ 2 സൈഡും ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, പക്ഷേ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് ചെയ്യാൻ, പക്ഷേ വളരെ എളുപ്പത്തിലുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ നെക്കും എല്ലാം ഒന്ന് ചെയ്തെടുത്തു. ഇനി താഴ്ഭാഗമാണ് നമ്മൾ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. താഴെയും കുറച്ച് ഫ്ലീറ്റ്സ് കാണുന്നില്ലേ, അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ലൈനിങ് മുഴുവനായിട്ട് ഇതുണ്ടോ ഇതേപോലെ ഒന്ന് മാറ്റി മുകളിലേക്ക് മാറ്റി വെച്ചു. അതിന് ശേഷം നമ്മൾ ഒരു 5 ഇഞ്ച് വിട്ടതിന് ശേഷം ബാക്കിയുള്ള ഭാഗത്ത് വളരെ ഏറ്റവും ചെറിയ ഫ്ലീറ്റ്സ് എടുക്കാൻ പറ്റും അത്രയും ചെറിയ ഫ്ലീറ്റ്സ് എടുക്കുക കേട്ടോ. ഇതേപോലെ നിറയെ തുടങ്ങുമ്പോഴും നിർത്തുന്ന 2 ഭാഗങ്ങളിൽ നമ്മൾ 5 ഇഞ്ച് വീതം വിട്ടിട്ടാണ് ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. എന്നാലാണ് നമ്മളെ ആ ഒരു മോഡൽ അനുസരിച്ച് ചെയ്യുമ്പോൾ അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇപ്പോൾ ലൈക്ക് ചെയ്ത് ചെയ്യാതെ ഇരുന്ന് കാണുന്നെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തേക്കണേ, മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് മറുഭാഗത്തേക്കും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ മറുഭാഗത്തേക്കും സെയിമായിട്ട് നമ്മൾ ചെറിയ ഫ്ലീറ്റ്സ് ഒന്ന് ഇട്ട് കൊടുത്ത് ഉണ്ട്. ഇതേപോലെ ചെറിയ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം, എന്നാലാണ് അതിന് നല്ല ഭംഗി ഉണ്ടാവുക. ഞാൻ ഒത്തിരി സ്പീഡിലൊന്നും ഇടുന്നില്ല കേട്ടോ. സ്പീഡിലൊന്നും ഇട്ടാൽ ആർക്കും മനസ്സിലാവുകയില്ല. നിങ്ങൾ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ പോലെ അത് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ വളരെ സ്ലോയിലാണ് ഈ വീഡിയോ എടുത്തിരുന്നത്. നിങ്ങൾക്ക് പ്രയോജനപ്പെടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒത്തിരി സ്പീഡ് കൂട്ടാതെ മനസ്സിലാകുന്ന രീതിയിലാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫ്ലീറ്റ്സ് എടുത്ത് വെച്ചു. ഇനി നമ്മൾ രണ്ടാമത് കട്ട് ചെയ്തൊരു ചെറിയ പീസില്ലേ, ആ പീസ് നമ്മുടെ ബോഡിയുടെ സെൻറ്ററും തമ്മിൽ ഒന്നിച്ചൊന്ന് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളൊരു സൈഡിൽ നിന്ന് സെൻറ്ററിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. ഇതേപോലെ അതും 1/4 ഇഞ്ച് വീതിയിൽ അല്ല 1/2 ഇഞ്ച് വീതിയിൽ നമ്മൾ എത്ര ഇഞ്ച് വീതിയിലാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് ആ രീതിയിൽ തന്നെ നമ്മൾ മറുഭാഗം എത്തുന്നോടം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നല്ല നീറ്റായിട്ടിരിക്കാം കേട്ടോ. ഇതേപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ലൈനിങ് നമ്മളുടെ നല്ല തുണിയായിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം സൈഡ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഹോളൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ ലൈനിങ് ഒന്നും കട്ടായി പോകരുത്, നല്ല തുണി മാത്രം കട്ടായി പോകുന്ന രീതിയിലാണ് കട്ട് ചെയ്ത് കളയേണ്ടത് കേട്ടോ. ഈ മറുഭാഗവും അതേപോലെ തന്നെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഭാഗത്ത് ബാലൻസ് വരുന്ന നല്ല തുണിയുടെ എല്ലാ ഭാഗങ്ങളും ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇതേപോലെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ബോഡിയുടെ സ്റ്റിച്ചിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പടത്തിലെ പോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണല്ലേ, കാണുമ്പോൾ നമ്മളവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷേ ചെയ്തെടുക്കുമ്പോൾ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കോളർ വെച്ച് കൊടുക്കുന്നുണ്ട്. റൗണ്ട് കോളറാണ് കേട്ടോ പടത്തിലുള്ളത്. അതേ സെയിം കോളർ തന്നെ എങ്ങനെയാണ് വെക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ ഒരു ഭാഗത്ത് നമുക്കൊരു കോളർ വെച്ച് കൊടുക്കാം. അതിന് ഞാൻ ഇതേപോലെ ഒരു തുണി എടുത്തിട്ടുണ്ട്, 2ആയിട്ട് മടക്കി, അപ്പോൾ 4 ലെയറായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതുണ്ട് ഇതേപോലെ ഹോൾഡ് ചെയ്ത ഭാഗത്തു നിന്നാണ് നമ്മൾ മാർക്കിങ്ങളൊക്കെ ഓരോന്ന് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 4 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്തു, അതിനൊരു ബോക്സ് ആക്കി മുകളിലേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിന് ശേഷം ഇതേപോലെ ഒരു കർവ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ 1.25 ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് 2 പീസായിട്ടാണ് കിട്ടുന്നത് കേട്ടോ. ആ 2 പീസ് നമ്മളൊന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടാണ് കോളർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ 2 പീസ് കണ്ടില്ലേ, ഇതേപോലെ 2 പീസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓർത്ത് കൂടെ ഒന്ന് അടിച്ചു കൊടുത്തു. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ചെറിയ കട്ടിങ്ങുകളൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്കതിനൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി അതിന് ശേഷം ഇതുണ്ട് ഈ ഭാഗത്തൂടെ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോട്ടും ചുളിവൊന്നും ഇല്ലാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. അതിന് വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്.
അതിനുശേഷം നമ്മൾ ഇതേപോലെ തുണിയൊന്ന് തിരിച്ചിടുക. എന്നിട്ട് നല്ല രീതിയിൽ അയൺ ചെയ്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. നല്ല രീതിയിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ സെൻറ്ററും നമ്മുടെ ബിയുടെ ആ പോയിന്റിലെ താഴത്തെ ബി ഷേപ്പ് പോയിൻ്റായിട്ട് നിൽക്കുന്ന ഭാഗം അവിടെ ഒരേ അളവിൽ വരുന്ന രീതിയിൽ കോളറിൻ്റെ തുണിയെന്ന് വെച്ചിട്ട് ചീത്ത വശത്തുനിന്ന് നല്ല വശത്തേക്ക് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഫസ്റ്റ് സ്റ്റിച്ചിങ് വരുന്നത് നല്ല വശത്തായിരിക്കും. അപ്പോൾ തെറ്റിപ്പോയെന്ന് ആരും കരുതണ്ട. ഇതേപോലെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയതിന് ശേഷം നമ്മൾ കറക്റ്റ് മറ്റേ സൈഡും ഒന്ന് നമ്മുടെ ആ ഒരു വീക്ക് എത്ര ഗ്യാപ്പ് വേണമെന്നനുസരിച്ചിട്ട് അതൊന്ന് വെച്ച് ഇതേപോലെ മറു സൈഡും നമ്മൾ ഫസ്റ്റ് ചെയ്തോളൂ തന്നെ നല്ല വശത്തേക്ക് തകിർത്തുമ്പോൾ വരുന്ന രീതിയിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് തിരിച്ചിട്ടിട്ട് നല്ല വശത്താണ് അടുത്ത സ്റ്റിച്ചിങ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത 2 ലെയറായിട്ടല്ലേ തുണി നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്നത്. അതിലൊരു ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത മറുഭാഗം ഇതുകൊണ്ടൊന്ന് 1/4 ഇഞ്ച് വീതിയിലൊന്ന് ഹോൾഡ് ചെയ്തിട്ട് നമ്മളുടെ ആ തയ്യൽ തുമ്പ് അകത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതനുസരിച്ച് നമുക്കൊന്ന് ഹോൾഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിതിൻ്റെ ബോഡിയുടെ ഈ ഒരു ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ആയിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ഉടനെ തന്നെ ഇടാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാനത് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ ഓരോ മോഡൽ കാണിച്ച് തരാമെന്ന് വിചാരിക്കുന്നു. ഒത്തിരി പുതിയ മോഡലുകൾ ഇറങ്ങുന്നില്ല. എല്ലാം ഞാൻ ഇതേപോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറന്നു പോയപ്പോൾ തന്നെ അത് ചെയ്ത് വെച്ചോ കേട്ടോ. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് മോഡൽ ഡ്രസ്സുകൾ ഞാനിതിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഇതേപോലെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. Thank you.